നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ മെൽവിൻ ടി ബാബു, CSI ക്രൈസ്റ്റ് ചർച്ച് ഇളംകുളം സഭാംഗമാണ്. ജേണി ത്രൂ ദി സാംസിൻ്റെ 69ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 42 7 മുതൽ 11 വരെ. ദൈവത്തിന് നമ്മളോട് തോന്നുന്ന കൃപയാണ് രക്ഷ. നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് ഒന്നും ലഭിക്കുകയില്ല, ഒരു ഉത്തരവും കിട്ടുകയില്ല. എന്നാൽ നമ്മൾ ആ സമയം ദൈവത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് മറുപടി ലഭിക്കും. ഈ സങ്കീർത്തനത്തിൽ കോരഹ് പുത്രന്മാർ ദൈവത്തിൽ ആശ്രമിക്കുകയാണ്. കോരഹ് പുത്രന്മാർ ദൈവത്തോട് ഒരു പ്രാർത്ഥനയായി തൻ്റെ ജീവിതത്തിൽ വലിയ ഓളങ്ങളും തിരമാല പോലത്തെ പ്രശ്നങ്ങളും മീതെ കടന്നു പോകുന്നത് പോലെയുള്ള അവസ്ഥയിൽ ദൈവം ദയ കാണിക്കും എന്നുള്ള പ്രത്യാശ വയ്ക്കുകയാണ്. പകൽ സമയത്തും രാത്രി സമയത്തും തൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന കഴിക്കുകയാണ്. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ 8ാം വാക്യത്തിൽ ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയുമെന്ന് പറയുന്നു. പാറ എന്ന് പറഞ്ഞാൽ ശക്തിയും കഴിവും എന്നാണ്. ദൈവമാണ് തൻ്റെ ശക്തിയും കഴിവും എല്ലാം. എന്നിരുന്നാലും പ്രശ്നങ്ങളും ശത്രുക്കളും തൻ്റെ ജീവിതത്തിൽ തന്നെ അലട്ടുന്നുണ്ട്. പ്രശ്നങ്ങൾ കൂടുമ്പോൾ ദൈവം തന്നെ മറന്നത് എന്താണ് എന്ന് പോലും ചോദിച്ചു പോവുകയാണ്. ശത്രു ചോദിക്കുകയാണ്, നിന്റെ ദൈവം എവിടെ എന്ന്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളോട് അവിശ്വാസികളായ ആളുകൾ ചോദിക്കും, നിന്റെ ദൈവം എവിടെ എന്ന്. ആ ചോദ്യം നമ്മുടെ അസ്ഥികളെ പോലും നിൽക്കുന്നത് പോലെ തോന്നും. ഇതുപോലെ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ നേരിടാൻ അറിയാതെ ഇരിക്കുമ്പോൾ കോരഹ് പുത്രന്മാർ 11ാം വാക്യത്തിൽ ചോദിക്കുന്നത് പോലെ തന്നോട് തന്നെ ചോദിക്കണം. പലപ്പോഴും നമ്മളോട് ചോദിക്കാതെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഇവിടെ തന്നോട് തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായി അതിൻ്റെ മറുപടി ലഭിച്ചു. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഏതു വിഷയത്തിനായാലും അതിനെല്ലാം ഒരു മറുപടി ഉയരത്തിലെ ദൈവം നമ്മൾക്ക് തരും എന്നുള്ള വലിയ ഒരു ഉറപ്പ്, വിശ്വാസം നമ്മിൽ ഭരിക്കണം. അതുകൊണ്ട് ഒരു ദിവസങ്ങളിൽ വലിയ പ്രത്യാശയിൽ നമ്മൾക്കായിരിക്കുക. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും എല്ലാം അങ്ങിൽ പ്രത്യാശ വയ്ക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുവാനുള്ള കൃപ തരണമേ. വിഷാദിച്ച് ഞങ്ങൾ നിരങ്ങിയിരിക്കുവാൻ അല്ലല്ലോ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങയിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ഞങ്ങളുടെ രക്ഷ യേശുവിൽ നിന്ന് വരുമല്ലോ. അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ കർത്താവെ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.